ദർ ഇസ് എ ഗുഡ് ന്യൂസ് ആൻഡ് ദർ ഇസ് എ ബാഡ് ന്യൂസ്. ബാഡ് ന്യൂസ് ഞാൻ ആദ്യമേ പറയാം, ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കണ്ടമാനം നിർത്തി വെച്ചേക്കും. അതുകൊണ്ട് ആരും എവിടെയും പൈസ കൊടുത്ത് മൂഞ്ചരുത്. ഉച്ചവന്മാരൊക്കെ ഇത് കാണടാ, എല്ലാത്തിനും വന്ന് മെൻഷൻ ചെയ്യുന്നവന്മാർ ഇത് കാണണ്ട. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാ പാടല്ലേ. ഇത് ജോലി വെച്ച് എനിക്ക് ഒരുപാട് മെസ്സേജസ് ഡെയിലി വരാറുണ്ട്. ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാൻ ഇനി വകുപ്പുണ്ട്. ഞാൻ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. എവിടെ നീ ശബ്ദം? അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് ഡിപെൻഡന്റ് വിസയിലോട്ട് മാറിയെന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 21 കാറില്ല എന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തി വൈരാഗ്യം കാരണമല്ല. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ ചെറിയ കുട്ടികളായിട്ട് ഫോളോവേഴ്സ് കൂടുതലുള്ള 18, 19, 20, 21 വയസ്സുള്ള കുട്ടികളുടെ ഇടയിലോട്ട് അൻവിൻ കോഴ്സ് 400 രൂപയ്ക്ക് സെല്ല് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തത്. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. ആ തട്ടിപ്പ് പോരാഞ്ഞിട്ട് കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10,000 പൗണ്ട് അഥവാ 10 ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പിന്നെ സാറിന് അറിയാലോ, ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. UK പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് ഇല്ലീഗൽ കൂടിയാണ്. സോ അൻവിൻ ചെയ്തത് അത് ചെറിയ കുട്ടികളിനകത്തുനിന്ന് മാത്രമല്ല, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നീരജ് അമ്മൂനെയും വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻവിന്റെ സ്കാം കഥകളിനകത്ത്. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? അപ്പൊ നിങ്ങൾ വിചാരിക്കും വിസയും ജോലിയൊക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന്. താനെന്താണ് മൊന വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. വേണ്ട, ഇനിയും നിന്റെ ഈ അഭിനയം എന്നോട് വേണ്ട. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി. താൻ എന്ത് മനസ്സിലാക്കിയെന്നാണ്? അൻവിന്റെ സ്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന COS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അത് ഫേക്ക് ആയിരുന്നു. അത് ഫേക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾ വീസ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വീസ റിജക്ട് ആയി. ഇത് ഫേക്ക് ആയതുകൊണ്ട്. എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അന്ന് എല്ലാവരും കൂടെ എന്നെ കുറിച്ച് കെത്തി. അന്ന് കമ്പനിയുടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇപ്പൊ ആ കമ്പനിയുടെ 100% ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ്. അതിന്റെ അക്കൗണ്ട്സ് ഒന്നും അൻവിൻ പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല, ഗവൺമെന്റിലോട്ട് ചെയ്യത്തതുമില്ല. ജാനുവരി വരെ അൻവിന് അതിനു വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ UK അൻവിൻ. എന്റെ മാനം കളയരുത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഓട്ടോസ്പാ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി. ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇത്രയാണ്. അൻവിൻ ഡിഫമേഷൻ കേസുമായിട്ട് വരണ്ട, ഇത് പബ്ലിക് റെക്കോർഡാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. കമ്മിങ് ടു ദ പോയിന്റ്, ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്നറിയോ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത്? 20,000 പൗണ്ട് അഥവാ 20 ലക്ഷം രൂപ. അൻവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും 20 പേരെ ഞാൻ എടുക്കും. ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക. നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ. അബു ലക്കി സെന്ററിന്റെ പ്രത്യേക സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, 1ാം സമ്മാനം TV, 2ാം സമ്മാനം സൈക്കിൾ. ആ വീഡിയോയുടെ വൺ ഓഫ് ദ വിന്നർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. പറ്റിച്ചല്ലോ, നമ്മളെ ബാലകൃഷ്ണനല്ലേ? ഇത്രയും ദിവസം ഞാൻ വീഡിയോ ആയിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. Hi, my name is Sujul Shani. Autospa Express. One of the partners of ശശി, പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. സമയം ചുരുക്കാൻ കാരണം എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 3. തന്റെ പിന്നിൽ ഒരു ശക്തിയായി ഞാൻ ഉണ്ടാവും. താൻ ധൈര്യമായി നടത്തിക്കോ.